ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ്. അതിന് ഞാൻ 1 കിലോ കടല വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. വറുത്ത് കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് വറുത്തിട്ട് എടുത്തതാണ്. അത് തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒരു മിക്സിയിലേക്ക് ഇടുക. ഇതെൻ്റെ റിലേറ്റീവിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രേഷ്മ ചേച്ചി പറഞ്ഞതാണ് ഉണ്ടാക്കാൻ. കടലത മിക്സിയിലിട്ട് ഇങ്ങനെ പതുക്കനെ അടിച്ചെടുക്കണേ. ഒരു നുള്ള ഉപ്പിടണേ. കടലയും ഉപ്പും അങ്ങനെ പതിയെ അടിച്ചെടുത്ത് ഇങ്ങനെ ടൈറ്റായി വരും. തട്ടിയിട്ട് കൊടുത്തിട്ട് സ്പൂണോ എന്തെങ്കിലും വെച്ചിങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക. ഒരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രിപ്പിലേക്ക് ഇടുകയാണ് കേട്ടോ. 2-3 സെക്ഷനാക്കി അരച്ചെടുത്താൽ മതി. ഒന്നായിട്ട് ഇടുമ്പോൾ അരഞ്ഞ് കിട്ടൂല. എന്നിട്ട് നമ്മൾ കുറച്ച് തേനൊഴിച്ച് ലൂസാക്കി എടുക്കുകയാണ്. തേനൊഴിച്ചിട്ട് പയ്യെ അങ്ങനെ അടിച്ചെടുക്കും. ലൂസാവുന്നത് വരെ എന്താ പീനട്ട് ബട്ടർ റെഡി. ഉണ്ടോ? ഞാൻ ആക്കിയത് അധികം ലൂസായില്ല. ഞാൻ തേന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. കൂടുതൽ ഒഴിച്ചാൽ നല്ല ലൂസായിട്ട് വരും. കുറച്ച് ഞാനെടുത്ത് പത്തിരിയുടെ കൂടെ കഴിക്കാണ്. പീനട്ടിൻ്റെ അകത്തുനിന്ന് കുറച്ച് എണ്ണ വരും. അതാണ് കേട്ടോ ഈ ഗ്ലേസിങ് കാണുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്തുനിന്ന് അധികം വിലയ്ക്കുന്ന നമ്മളിത് വാങ്ങിക്കൊടുക്കേണ്ട കുട്ടികൾക്ക്. പിന്നെ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. വൈകുന്നേരം കുട്ടികൾക്ക് ചായക്കെല്ലാം ഇങ്ങനെയാക്കിയ ബ്രെഡ് വാങ്ങിച്ച് കൊടുത്താൽ ഇങ്ങനെ ആക്കി കഴിക്കാം.